ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പലതരത്തിലായിരിക്കും ആ ഒരു ക്ലിപ്പിനെ വേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ക്ലോസപ്പ് ടൈപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ വരെ വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് വൈഡ് ആംഗിൾ ആയിട്ട് വേണ്ടി വരും. അങ്ങനെ നമുക്ക് സൂം ഇൻ ആയിട്ടും സൂം ഔട്ട് ആയിട്ടും അങ്ങനെ പലതരത്തിൽ നമുക്ക് അതിനെ മൂവിങ് ആയിട്ടും പലതരത്തിൽ നമുക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രോപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് Filmora 9 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ക്രോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Hello everyone, this is Fawaz, you're watching Adobics. അപ്പോൾ നമുക്ക് Filmora 9 സിമ്പിൾ ആയിട്ട് തന്നെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും, സൂം ഇൻ ചെയ്യാൻ സാധിക്കും, സൂം ഔട്ട് ചെയ്യാൻ സാധിക്കും, പാൻ ആൻഡ് സൂം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പലതരത്തിലാണ് നമ്മൾ ക്രോപ്പ് ചെയ്യാറ്. ഒന്ന് നമ്മൾ നോർമൽ ക്രോപ്പ്, ബൂം, ഇതേപോലെ നമ്മൾ ക്രോപ്പ് ചെയ്യും. സിംഗിൾ ക്ലിക്കിൽ തന്നെ ഒരൊറ്റ ക്രോപ്പ്. അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്ലോസപ്പിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് നമ്മൾ സൂം ചെയ്തിട്ട് മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് മാറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യാറ് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് സൂം ഇന്നും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് സൂം ഔട്ടും ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ പലതരത്തിൽ നമ്മളിനിപ്പോൾ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൻ്റെ ഒരു മൗസ് പോകുന്ന സംഭവം, ആ ഒരു മൗസിൻ്റെ പൊസിഷൻ നേരെ മൂവ് ആവുന്ന നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അങ്ങനെ മൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സ്റ്റില്ലായിട്ടൊരു വീഡിയോ ഇങ്ങനെ ഓടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകൾ കാണണമെന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റ് അതിലേക്ക് വരില്ല. Filmora 9 ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാണെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ്, ഗ്രീൻ സ്ക്രീൻ, അതുപോലെ തന്നെ ആനിമേഷൻസ്, സൗണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പാർട്ട് 2ഉം പാർട്ട് 1ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് Filmora 9 കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നോർമൽ ക്രോപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ആ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്രോപ്പ് ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. Alt+C എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് കിട്ടുന്നതാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർവൈസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ലൈന്, ഒരു ബ്ലൂ ലൈന് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ഏരിയയിലേക്ക് അത് സൂം ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എവിടെ ഏത് ഏരിയ ആണോ വേണ്ടത് അത്രത്തോളം വേണമെങ്കിൽ നമുക്ക് ഇത്ര വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. എത്ര വരെ വേണോ അത്രയും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ റേഷ്യോയിലേക്ക് മാറും. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് റേഷ്യോസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ വേണമെങ്കിൽ ആ ഒരു റേഷ്യോ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും ഇപ്പോൾ 9:1:6 ആക്കേണ്ടി വരും, അതുപോലെ തന്നെ 1:1 ആക്കേണ്ടി വരും. അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കസ്റ്റം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റിമറിക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തപ്പം ഒരേ ലെവലിലായിരുന്നു സൂം ആയിരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ഏരിയ മാത്രം പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് ക്ലിപ്പും സിമ്പിൾ ആയിട്ട് തന്നെ Alt+C എന്ന് അടിക്കുകയോ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പ് ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇതേപോലെയാണ് നമ്മൾ നോർമൽ ക്രോപ്പ് ചെയ്യുന്ന. ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ പെട്ടെന്ന് ക്രോപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സൂം ഇൻ ആവുക അല്ലെങ്കിൽ സൂം ഔട്ട് ആവുക. ഇനി നമുക്കൊരു സ്റ്റുഡിയോ ടൈപ്പ് ക്ലിപ്പ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഏത് പോർഷൻ ആണോ സൂം ഇൻ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ നിന്നാണോ വീണ്ടും സൂം ഔട്ട് ആവേണ്ടത് അവിടെ നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ് ആൻഡ് സൂം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നേരെ അങ്ങ് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ മാത്രമേ ആവും. ഇനി നമുക്കിത് പ്ലേ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അത്രയും പെട്ടെന്ന് സൂമായി പിന്നെ സൂം ഔട്ടായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണോ നമുക്ക് വേണ്ടത് ആ പോർഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ എൻഡ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, Alt+C എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ നിങ്ങൾ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് നേരെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൂം ഇൻ ആവുന്നു, അതുപോലെ തന്നെ സൂം ഔട്ട് ആവുന്നു. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അത് നേരെ ആ ഒരു പോർഷൻ എവിടെയാണോ വേണ്ടത് അത് സൂം ഇൻ ആവുന്നു, സൂം ഔട്ട് ആവുന്നു. നോർമൽ ക്രോപ്പ്
അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. വലിയ കാര്യങ്ങളോ അതിലൊന്നും ചെയ്യാനില്ല. നമ്മുടെ സീനിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ സൂം ഇൻ ആവുന്ന രീതിയിൽ അങ്ങനെ പലതരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോയ പോലെ തന്നെ ക്രോപ്പ് ആൻഡ് സൂം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ലെയർ മാത്രം നമുക്ക് സൂം ഔട്ടും സൂം ഇന്നും അങ്ങനെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് 2 ലെയർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിലേക്ക് കാണും. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്നും എൻഡ് എന്നും കാണാൻ സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ മുകളിൽ നമ്മളിത് വെച്ചു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കാണ് സൂം ആവുക. അതായത് ആ ഒരു നിൽക്കുന്ന നമ്മൾ എവിടെയാണോ പോർഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് ഇങ്ങനെ സൂമായി വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എവിടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കൊടുത്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമ്മൾ എവിടെയാണോ എൻഡ് കൊടുത്തിട്ടുള്ളത് അവിടേക്ക് ഇതിങ്ങനെ സൂം ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിത് നേരെ തിരിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡും അതുപോലെ തന്നെ ഇവിടുന്ന് അതായത് സൂം ഇൻ ആയതിനു ശേഷം സൂം ഔട്ട് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ചാവും. ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുക, ഇവിടെയാണ് എൻഡ് ആവുക. പാൻ ആൻഡ് സൂം നമുക്കൊരു മൾട്ടിപ്പിൾ യൂസിങ് ആണെന്ന് പറയാം. നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമ്മുടെ ക്ലിപ്പുകളെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആനിമേഷൻ രീതിയിൽ അതിൻ്റെ ചെറിയ ട്രിക്കാണ്. നമുക്ക് ആനിമേഷൻ രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ എങ്ങനെ ആനിമേഷൻ രീതിയിൽ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ടൈപ്പ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാണ്. അതിൽ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ തന്നെ വീഡിയോസിൽ സൂം ഔട്ടും സൂം ഇന്നും മൂവിങ്ങും അങ്ങനെയുള്ള പല ഓപ്ഷൻസും കണ്ടിട്ടുണ്ടാവും. അപ്പം നോർമലായിട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ പോയതിനു ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ആൻഡ് സൂം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എവിടെയാണോ എൻഡിങ് പോർഷൻ വേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഒന്ന്, അപ്പോൾ നമ്മൾ നേരത്തെ ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ ക്രോപ്പിലേക്ക് പോകുന്ന രീതിയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇത് കുറച്ച് മൂവ് ആയിട്ടായിരിക്കും പോകുക, ആ ക്രോപ്പിന്റെ എൻഡിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഭാഗം ഒരു 1 സെക്കൻഡ് ഇങ്ങോട്ട് വിട്ടതിന് ശേഷം ഒന്നും കൂടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിനു ശേഷം ഈ എൻഡ് പോർഷൻ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രോപ്പ് ആൻഡ് സൂം എന്നെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് നമ്മൾ ആ ഒരു ക്രോപ്പിലേക്ക് ഒരു ആനിമേഷൻ രീതിയിൽ ജസ്റ്റ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയൊക്കെയാണ് നമ്മൾ നോർമൽ ക്ലിപ്പിലും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇനി നമുക്ക് പല സാഹചര്യങ്ങളും വരുന്നതാണ്. നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും നമ്മൾ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ടെക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ വരുന്നു, ആ ഒരു സെറ്റിങ്സിലേക്ക് ആ ഒരു മൗസ് മാറുന്നു, അങ്ങനെ പലതരത്തിലും നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ഫോൺ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം താഴോട്ട് വരിക, അങ്ങനെ പല ഓപ്ഷൻസും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണോ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡോ ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് ആ വേണ്ട പോർഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ സാധാരണ പോലെ നോർമൽ പോലെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രോപ്പ് ആൻഡ് സൂം എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 1 സെക്കൻഡ് മൂവ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിനു ശേഷം ആ ലാസ്റ്റ് പോർഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ബൂം. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, പെട്ടെന്ന് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നു. ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ആ ഒരു വേറെ സ്ക്രീനിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ എവിടെയാണോ പോവേണ്ട ആ ഒരു സ്ഥലം നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ മൗസ് ബാർ ഇപ്പം ഈ ഒരു ഭാഗത്താണുള്ളത്. ഇനി ഈ ഒരു മൗസ് ബാർ എങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിലാണ് ജസ്റ്റ് ഒന്ന് കട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, കട്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ആൻഡ് സൂം എന്ന് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ പാൻ ആൻഡ് സൂം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇനി എങ്ങോട്ടാണോ നിങ്ങളുടെ സ്ക്രീൻ പോകേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം മൗസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ മൗസ് ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൗസ് വെച്ചതിന് ശേഷം
ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുത്തിട്ട് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ ഡിലേ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പോർഷൻ നിങ്ങൾ നേരെ ക്രോപ്പ് ആൻഡ് സൂം എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. എന്നിട്ട് ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആ ഫസ്റ്റിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം ആ ഒരു ഭാഗത്തേക്ക് പോയി മൗസും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് വന്നു, എന്നിട്ട് നേരെ മൂവ് ആയി. യെസ്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് യാതൊരു ഓപ്ഷൻസിലോ കാര്യങ്ങളോ ഒന്നും പോകാതെ തന്നെ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ക്രോപ്പ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏത് പോർഷൻ ആണോ വേണ്ടത്, ഇപ്പോൾ ഈ ഭാഗത്താണ് നിങ്ങൾക്ക് ക്രോപ്പ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കട്ട് എന്ന് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നങ്ങ് സൂം ചെയ്യുക. നിങ്ങൾക്ക് ഏത് പോർഷൻ ആണോ നിങ്ങളുടെ സ്ക്രീനിൽ വേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? യെസ്, ഈ പറഞ്ഞ പോലെയൊക്കെയാണ് നമുക്ക് ക്രോപ്പും പാൻ ആൻഡ് സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത പാർട്ട് 6ഉം പാർട്ട് 5ലൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തു തരാം. ഫിൽമോറ 9 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. കാരണം ഫിൽമോറ 9ന്റെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.